ഹായ് മക്കളെ, ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മളെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ദേ വന്നു. പല ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, 2 തവണ ആയിട്ട് എക്സാം നടത്തൂലേ എന്നൊക്കെ. എന്തായാലും എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ 15-നാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. പൊന്നു മക്കളെ, സ്റ്റാർട്ടിങ് തന്നെ 2 എക്സാം. തുടക്കം തന്നെ മാത്സ് എക്സാം ആണ്. മാത്സിന്റെ കൂടെ നിങ്ങൾക്ക് 1-ാം ഭാഷ പേപ്പർ 1. ഇവിടെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായതുകൊണ്ട് ഞാനൊരു പുതിയ പേപ്പറിൽ എഴുതി കാണിച്ചു തരാം. 15-ാം തീയതി നിങ്ങൾക്ക് 2 എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്ത ദിവസം 16-ാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് എക്സാം. പിന്നെ നേരെ തൊട്ടടുത്ത ദിവസം 17-ാം തീയതി ലാംഗ്വേജ് 2. പിന്നെ നേരെ 18-ാം തീയതി ഹിന്ദിയും ബയോളജിയും. 18-ാം തീയതി നിങ്ങൾക്ക് ഹിന്ദി എക്സാം ഉണ്ട്, ബയോളജി എക്സാം ഉണ്ട്. ഒരു ഗ്യാപ്പ് പോലും നിങ്ങൾക്കില്ല. നേരെ 19-ാം തീയതി ഫിസിക്സ് ഒക്കെ സാധാരണ ഇതിൽ ഒരു ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. ഒരു ഗ്യാപ്പ് പോലും കൊടുത്തിട്ടില്ല. നേരെ 18 കഴിഞ്ഞ് 19-ാം തീയതി ഫിസിക്സ്. തൊട്ടടുത്ത ദിവസം ആയിട്ടില്ലെങ്കിലും 19 കഴിഞ്ഞ് 20 ലീവാണ്, 21 ലീവാണ്. 22-ാം തീയതിയാണ് നിങ്ങൾക്ക് കെമിസ്ട്രി. അതായത് ഈ ഒരു ടൈം ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആകെ ഗ്യാപ്പ് ഉള്ളത് കെമിസ്ട്രി എക്സാമിന് മാത്രമായിട്ടാണ്. പിന്നെ നേരെ അടുത്ത ദിവസം 23-ാം തീയതി ഏതുണ്ടായിരിക്കടാ, സോഷ്യൽ സയൻസിന്റെ എക്സാമും കൂടെ ഉണ്ട്. അങ്ങനെ 23-ാം തീയതി നിങ്ങളെ ക്രിസ്മസ് എക്സാം തീരും. നിങ്ങൾക്ക് നേരെ ക്രിസ്മസ് വെക്കേഷൻ ആയിരിക്കും. സോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, കണ്ടിന്യൂസ് എക്സാം ആണ് 2 ദിവസങ്ങളിൽ. അതായത് മാത്സിന്റെ അന്നും ഹിന്ദി ബയോളജിന്റെ അന്നും നിങ്ങൾക്ക് 2 എക്സാമുകളുണ്ട്. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ആ ഒരു സമയത്തേക്ക് മാത്രം മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടും, പ്രഷർ കൂടും. സോ ഇപ്പോഴേ ഈ ടൈം ടേബിളിനെ പറ്റിയിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് മതിയായിരുന്നോ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തുടങ്ങണമായിരുന്നോ, ഇത് നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടാണോ തോന്നിയത്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചതിയായിട്ടാണോ തോന്നിയത്, ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് വേണോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് എജുപോഡിന്റെ ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനലിൽ തരുന്നതായിരിക്കും. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഒറ്റക്കാക്കൂല. ഓക്കെ ഗൈസ്, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക. ബൈ.